പല ആൾക്കാരും പലതരത്തിലുള്ള അത് കാണുന്നുണ്ട്. അതിൽ എനിക്ക് പെട്ടെന്ന് തോന്നുന്നത് ഇപ്പോൾ ഒരു 17-ാം നൂറ്റാണ്ടിലെ ഒരു സ്രോതസ്സിൽ സാമൂതിരിയും ഡച്ചുകാരും തമ്മിലുള്ള ഒരു ട്രീറ്റിയുടെ തുടക്കത്തിൽ അത് മലയാളത്തിലുള്ള അതിൻ്റെ ഒറിജിനൽ നമുക്ക് ബ്രിട്ടീഷ് ലൈബ്രറിയിൽ ലഭ്യമാണ്, സ്വർണ്ണത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത്. അപ്പോൾ അതിൽ തുടക്കം മലങ്കര എന്ന ഇന്ത്യ. അപ്പോൾ ഇന്ത്യയെ ക്വാളിഫൈ ചെയ്യുന്നത് ഈ മലങ്കര, മല കര. ഈ ബർറ് എന്ന് പറയുന്നത് അറബിയിലുള്ള അറബി പേർഷ്യൻ ഇതിലൊക്കെ ബർറ് എന്ന് പറയുന്നാൽ കര എന്നുള്ള അതേ അർത്ഥം തന്നെയാണ്. അപ്പോൾ ഈ മലബാർ എന്നുള്ളത് എന്ന് പറയുന്നത് മലയും കരയും, മലങ്കര. ഇപ്പോൾ ഈ മലങ്കര നമ്മളുടെ മലങ്കര ക്രിസ്ത്യാനികളും മലങ്കര സുറിയാനി ക്രിസ്ത്യാനികളെ പ്രാധാന്യത്തോടെ എപ്പോഴും ഉപയോഗിക്കുന്നതാണ്. ലക്ഷണയുക്തമായ ഒരു ദ്രവീഡിയൻ പദമാണ്. അതെ അതെ അതെ. അപ്പോൾ അതിനെ ഈ മലങ്കര എന്നുള്ളത് പറയുന്നതോ അല്ലാണെങ്കിൽ അതിൽ നിന്റെ ഒരു അറബീകരിക്കുകയോ അല്ലാണെങ്കിൽ പേർഷ്യനീകരിക്കുകയോ ചെയ്ത ഒരു ഇതായിരിക്കാം മലബാർ എന്നുള്ളത്. പക്ഷെ അതല്ലാതെയും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട് അത് എന്തിൽ നിന്നാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഇന്നലെ അഭിലാഷ് മലയിൽ പറയാറുന്നത് മണവാളൻ എന്തോ പറയുന്ന അല്ലെങ്കിൽ മണവളൻ എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് എന്നുള്ളതും. കാരണം മണിബാർ എന്നുള്ള ഒരിതും പഴയ 11-12 നൂറ്റാണ്ടിലൊക്കെ ഉള്ള സ്രോതസ്സുകൾ മണിബാർ, മണവാർ എന്നൊക്കെയുള്ള രീതിയിൽ കാണാൻ പറ്റും. അതേമാതിരി മലവർ വിഭാഗം ഉണ്ടല്ലോ. അപ്പം മലവർ എന്നുള്ളത് വാ എന്നുള്ളത് എപ്പോഴും എറ്റിമോളജിക്കലി അല്ലെങ്കിൽ ലിംഗ്വിസ്റ്റിക്കലി വാ എന്നുള്ളത് ബാ എന്നാവാം, മലവർ എന്നുള്ളതാവാം മലബർ എന്നുള്ള അങ്ങനെയുള്ള വിവിധ സാധ്യതകളുണ്ട്.